നമസ്കാരം. നമ്മളൊരു ഇതിഹാസ ചിത്രത്തിന്റെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെയുണ്ട് അനിയൻ എന്ന രീതിയിലും ഒരു ആക്ടർ എന്ന രീതിയിലും എങ്ങനെയുണ്ട്? ഭയങ്കര ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹിം. കാരണം പൃഥ്വിയെ നമ്മൾ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും പൃഥ്വിയുടെ ഉള്ളിലൊരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായ, ഇനിയും കൂടുതൽ കൂടുതൽ ഒരുപാട് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കരമായ ഒരു വെമ്പലുണ്ടായിരുന്നു. അത് ശരിക്കും സിനിമയിലെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം. കാരണം അത്രയും കഷ്ടപ്പെട്ട്, അത്രയും ഹാർഡ് വർക്ക് ചെയ്ത്, അത്രയും പേഷ്യൻ്റ് ആയിട്ട്, ശരിക്കും ഒരു ആക്ടറിന്റെ ലൈഫിൽ എപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു കഥാപാത്രം വന്ന് ചേരില്ല. പക്ഷേ ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ക്യാരക്ടർ ഫോർ പൃഥ്വി, ആൻഡ് ഹീസ് ഡൺ the best of what he can for this film and the character. അത് സിനിമയിൽ കാണാനുണ്ട്. ഒരു സീനുണ്ട്, ഒരു ഡ്രസ് അയക്കുന്ന ഒരു സീൻ. പക്ഷെ എനിക്ക് പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ, അപ്പൊ ഈ കൂടെ പറക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ കണ്ടത്? അപ്പൊ ഡ്രസ് അയക്കുന്ന സീൻ മാത്രമല്ല, ഒരുപാട് ജസ്റ്റ് ആ ഒരു സീനിൽ എല്ലാ സീനുകളും നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ബ്ലസ്സി സാർ, കൺഗ്രാറ്റുലേഷൻസ് ടു ബ്ലസ്സി സാർ ഓൾസോ. ഒരു വണ്ടർഫുൾ ഫിലിം. നമുക്കും നമ്മുടേതായ ഒരു റെവനന്റോ അല്ലെങ്കിൽ കാസ്റ്റവേ ഉണ്ടോ എന്ന് പറയാൻ പറ്റും. അപ്പൊ മലയാളത്തിന്റെ ഓസ്കാർ നമുക്ക് പ്രതീക്ഷിക്കാമോ ചേട്ടാ? അത് നമ്മുടെ കയ്യിലല്ലല്ലോ. നല്ലൊരു സിനിമ നമ്മൾ ചെയ്തു. ബാക്കിയെല്ലാം രാജേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു എന്തെങ്കിലും? ഇല്ല, കഴിഞ്ഞിട്ടില്ല. Thank you.